നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ബ്രസീൽ ഇന്ന് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കുകയാണ്. ഇന്ന് രാത്രിയാണ് ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ ബ്രസീൽ കളിക്കാൻ ഇറങ്ങുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 മൊറോക്കോയുമായിട്ടുള്ള ബ്രസീലിൻ്റെ കളി. ബ്രസീലിൻ്റെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകും? ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് തന്ന സൂചനയും അതുപോലെ ട്രെയിനിങ് ക്യാമ്പിലെ വിവരങ്ങൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ തന്നതും വെച്ച് ബ്രസീൽ ഇറങ്ങാൻ പോകുന്നത് ഈ രൂപത്തിലായിരിക്കും. ഗോൾ കീപ്പറായിട്ട് ആലിസൺ ബെക്കർ, ഡിഫൻസിൽ സെൻറ്റർ ബാക്കുമാരായിട്ട് ഗബ്രിയൽ മെഗല്ലസും മാർക്കിഞ്ഞോസും കോട്ടകെട്ടും, ഇരു പാർശ്വങ്ങളിലായിട്ട് അലക്സാൻഡ്രോയും ഡാനിലോയുമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് തന്നെയാണ് പുറത്തേക്ക് വന്നിരുന്ന വിവരങ്ങൾ. ഇത് തന്നെയാണ് കോച്ച് പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇരു പാർശ്വങ്ങളിലായിട്ട് അലക്സാൻഡ്രോയും ഡാനിലോയും, പിന്നെ സെൻറ്റർ ബാക്കുമാരായിട്ട് ഗബ്രിയൽ മെഗല്ലസും മാർക്കിഞ്ഞോസും. മധ്യനിരയിൽ കാസമിറോയും ബ്രൂണോ ഗുയിമാറസും സുപ്രധാനമായ റോളുകൾ വഹിക്കും. ലൂക്കാസ് പക്കേറ്റും ഉണ്ടാവും, പക്ഷേ അദ്ദേഹം വലത് പാർശ്വത്തോട് ചേർന്നായിരിക്കും. ഇടത് പാർശ്വത്തിൽ വിനി ജൂനിയറും. മുന്നേറ്റത്തിൽ രണ്ടുപേര് കുഞ്ഞയും റാഫിഞ്ഞയും ഗോളടിക്കാൻ എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ടീമിനെ ഒരുക്കിയിറക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും റാഫിഞ്ഞ വലത് പാർശ്വത്തിൽ വലത് റിംഗറായിട്ടല്ലേ വേണ്ടതെന്ന് ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ കോച്ചിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ റാഫിഞ്ഞ വലത് പാർശ്വത്തോട് ചേർന്ന് തന്നെ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ അദ്ദേഹത്തിന് കവറായിട്ട് അവിടെ ലൂക്കാസ് പക്കേറ്റും ഉണ്ടാകും. അതുപോലെ തന്നെ വിനി ജൂനിയർ ഇടത് പാർശ്വത്തിൽ കളിക്കുമ്പോൾ ഡിഫൻസ് വരുമ്പോൾ അതിനെ സഹായിക്കാൻ കുഞ്ഞ താഴേക്ക് ഇറങ്ങുന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത്. ആ രൂപത്തിലുള്ളൊരു ഫോർമേഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ കുഞ്ഞ വിൽ സ്വാപ്പ് വിത്ത് വിനി ആസ് ടീം ഡിഫെൻഡ് ചെയ്യുമ്പോൾ കുഞ്ഞ താഴേക്ക് വരും. വിനി കൂടുതൽ അറ്റാക്കിങ്ങിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പോകും. റാഫിഞ്ഞക്ക് വലതു പാർശ്വത്തിൽ ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. പക്വേറ്റ അദ്ദേഹത്തെ കവർ ചെയ്യുന്ന രൂപത്തിൽ കളിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഉദ്ദേശം. അപ്പോൾ കൃത്യമായിട്ട് 4 അറ്റാക്കർമാരെ വെച്ച് കുഞ്ഞ, റാഫിഞ്ഞ, പക്വേറ്റ, വിനി മൊറോക്കോയുടെ ഡിഫൻസ് പൊളിക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഗബ്രിയലും മാർക്കിഞ്ഞോസും ഉള്ളതുകൊണ്ട് കോട്ട ഭദ്രമാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയും ബ്രസീലിനുണ്ട്. ഏതായാലും ഇതാണ് ഇന്ന് ബ്രസീൽ ഇറങ്ങാൻ പോകുന്ന ഫോർമേഷൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.